ആരോഗ്യത്തിന് തൊട്ട് മസ്തിഷ്കങ്ങളുടെ പ്രവർത്തനങ്ങൾ തൊട്ടിട്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് തൊട്ട് നമ്മുടെ ഹൃദയമിടിപ്പിന് പേശികൾക്ക് ബലം കൊടുക്കുന്നത് തൊട്ടിട്ട് ഒരുപാട് ജോലികൾ വൈറ്റമിൻ എക്കുണ്ട്. ഇത് വൈറ്റമിൻ എയുടെ ഒരു റിച്ച് സോഴ്സാണ്. മറ്റേത് ഭക്ഷണത്തിനേക്കാളും 5 ഇരട്ടിയും 10 ഇരട്ടിയും അളവിലെ വൈറ്റമിൻ എ ഈ അത്ഭുത ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ കൂടാതെ വൈറ്റമിൻ B12, B13 ഇത് നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിനുകളാണ് കൂടുതലും B12 ഒക്കെ. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ റിച്ച് സോഴ്സാണ്. അതായത് മറ്റേത് ഭക്ഷണത്തിനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും വൈറ്റമിൻ കെ ആയിക്കോട്ടെ, വൈറ്റമിൻ സി ആയിക്കോട്ടെ, വൈറ്റമിൻ എ ആയിക്കോട്ടെ, വൈറ്റമിൻ B1, B2 അങ്ങനെയുള്ള സാധനങ്ങളായിക്കോട്ടെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു റിച്ച് സോഴ്സാണ്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് www.holisticmuringa.com. നിങ്ങൾ ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വിശദമായ ചാർട്ട്, ന്യൂട്രീഷൻ ചാർട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വൈറ്റമിൻസിൻ്റെ കേസുകൾ വരുന്നത്. അപ്പോൾ വൈറ്റമിൻസിനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ, അതായത് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ. ഇവിടെയെല്ലാം നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും ഇത്ര ക്വാണ്ടിറ്റി ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വരേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇതൊക്കെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് ഉപയോഗം വരിക എന്നുള്ളത് ഞാൻ വിവരിക്കാൻ നിന്നാൽ ഈ വീഡിയോ വളരെ വലിയൊരു വീഡിയോ ആയിട്ട് മാറും. അത് നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഈ കാൽസ്യം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ അവയവങ്ങൾ പ്രവർത്തിക്കാൻ, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾക്ക് കാൽസ്യം ആവശ്യം വരും, അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അനീമിയൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ലാതെ അയണിൻ്റെ ഇപ്പോൾ നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി തൊട്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കാനും സെല്ലുകൾ ഉണ്ടാക്കുവാനും ചീത്തയായ അഴുക്കുകൾ കളയാനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഫോസ്ഫറസും മഗ്നീഷ്യവും അയണും കാൽസ്യവും. ഇത് മുരിങ്ങയിലെ റിച്ച് സോഴ്സാണ്. മറ്റേത് ഭക്ഷണത്തിൽ, എല്ലാ ഭക്ഷണത്തിൽ ഇത് കിട്ടും. പക്ഷേ ഇത് അത്ഭുത മരമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ അളവിലും അതിനേക്കാൾ കൂടുതൽ റിച്ച് സോഴ്സായിട്ട് ഈ മുരിങ്ങയിലയിൽ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു വലിയ രഹസ്യമാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ജീവന്റെ വൃക്ഷം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മിറക്കിൾ ട്രീ എന്ന് ആളുകൾ വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഇതൊക്കെയല്ലേ കഴിഞ്ഞോ നിങ്ങളൊരു ലെക്ചർ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു 2 രഹസ്യങ്ങൾ കൂടിയുണ്ട്. അതിലൊരു രഹസ്യമാണ് അമീനോ ആസിഡുകൾ. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതും ഭക്ഷണത്തിലൂടെ മാത്രം ശരീരത്തിന് ലഭിക്കേണ്ടതുമായ അത്യാവശ്യമായ 9 അമീനോ ആസിഡുകളുണ്ട്. ഈ അമീനോ ആസിഡുകളുടെ റിച്ച് സോഴ്സാണ് മുരിങ്ങ ലീവ്സ്, മുരിങ്ങയുടെ റൂട്ട്സ്, മുരിങ്ങയുടെ ഫ്രൂട്ട്സ്, മുരിങ്ങയുടെ ഫ്ലവറുകൾ. അതുകൂടാതെ 14 നോൺ എസെൻഷ്യൽ അമീനോ ആസിഡുകളും കൂടി ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ വെൽനസ്, രോഗങ്ങളുടെ ശമനത്തിനും, ഷുഗർ, ക്യാൻസർ, ലിവർ ഡിസീസസ്, അനീമിയ, നമ്മുടെ വയറിലുള്ള വിരകളുമായിട്ട് ബന്ധപ്പെട്ടത്, കുടലുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം വെൽനസ് വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 14 അമീനോ ആസിഡുകൾ. എല്ലാഞ്ചിനിൻ, അലാനിൻ എന്നുപോലുള്ള ഒരുപാട് അമീനോ ആസിഡുകൾ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്തുണ്ട്, 14 അമീനോ ആസിഡുകൾ. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുരിങ്ങ എക്സ്ക്ലൂസീവായിട്ട് തരുന്ന സാധനങ്ങളാണ് ഫൈറ്റോ മരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില കെമിക്കലുകളാണ് ഫൈറ്റോ കെമിക്കൽസ്. ഇപ്പോൾ കുർക്കുമിൻ, നിങ്ങൾ മഞ്ഞളിൽ നിന്നുള്ള കുർക്കുമിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഇതുവരെയും അതിനേക്കാളും കൂടുതൽ സൂപ്പർ പവറുള്ള ഒരു ബാക്ടീരിയ സംഹാരിയെ കണ്ടുപിടിച്ചിട്ടില്ല കുർക്കുമിൻ. അതേപോലെ തന്നെ മുരിങ്ങയിലയിലും ധാരാളം ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുരിങ്ങയിലയിലെ ഔഷധ മൂല്യം നിങ്ങൾ തരുന്നത്. നമുക്ക് ഒരുപാട് അസുഖങ്ങളെ 301 അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ക്യൂർ ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ് ഈ ഫൈറ്റോ കെമിക്കൽസുകൾ. ഇതെല്ലാം ഈ മുരിങ്ങയില കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മുരിങ്ങ ഒരു സർവ്വരോഗ സംഹാരി ആണ്. അതുമാത്രമല്ല, അടുത്തത് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്ന കുട്ടികൾക്ക്, ഗർഭിണിയായ യുവതികൾക്ക്, തൻ്റെ ഉള്ളിൽ വളരുന്ന
ജീവന് ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുവാനായിട്ട്. ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പാലിൽ ഇതൊരു ലാക്ടോജനിക്കാണ്. ഇതിനകത്തുള്ള അമിനോ ആസിഡുകളും ഈ പറഞ്ഞ ഫൈറ്റോ കെമിക്കൽസ് എല്ലാം 30% മുലപ്പാൽ ഉൽപാദനം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗർഭിണികൾക്കും ആഫ്റ്റർ പ്രഗ്നൻസി കുട്ടികളുണ്ടായതിനു ശേഷവും ഒരു 3 വർഷത്തോളം നമ്മൾ മുലയൂട്ടുന്ന കാലത്തോളം ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ മുരിങ്ങയില നമ്മളെ സഹായിക്കും. പിന്നെ ഇത് ഡയബറ്റീസിന് നല്ലൊരു മരുന്നാണ്. കാർഡിയാക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലൊരു മരുന്നാണ്. കരരോഗങ്ങളെ ശമിപ്പിക്കുന്നു. നമ്മളുടെ കുടലുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ശമിപ്പിക്കുന്നു. അസ്ഥി രോഗങ്ങളെ ശമിപ്പിക്കുന്നു. അനീമിക് ആയിട്ടുള്ള രോഗങ്ങളെ ശമിപ്പിക്കുന്നു. ഇത് കൂടാതെ ഇത് നല്ലൊരു റീപ്രൊഡക്റ്റീവ്, പ്രത്യേകിച്ച് മെൻസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതൊരു നാച്ചുറൽ സെക്സ് സ്റ്റിറോയിഡാണ്. ഓക്കെ, അത് നമ്മൾ കാലങ്ങളായിട്ട് നമ്മളുടെ കാരണവന്മാരുടെ കാലം തൊട്ട് നമുക്കറിയാവുന്നതാണ്. മുരിങ്ങ എന്ന് പറയുന്നത് നല്ലൊരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു മെഡിസിനാണ്. ഇങ്ങനെ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ 10 വീഡിയോ പോലും ചെയ്താൽ തീരില്ല. കാരണം ഇതൊരു വലിയൊരു അത്ഭുത വൃക്ഷമാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്രീ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ബുദ്ധസന്യാസിമാരൊക്കെ അവരുടെ ഭക്ഷണത്തിൻ്റെ 70% അവർ മുരിങ്ങ ഭക്ഷിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇതെങ്ങനെ ലഭിക്കും? അതാണ് നിങ്ങളുടെ ഇനി അടുത്ത ക്വസ്റ്റ്യനെങ്കിൽ. എനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ മുരിങ്ങയില എങ്ങനെ സുഭിക്ഷമായിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ കുടുംബത്തിലെത്തും എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനാണുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. വരും, നമുക്ക് നോക്കാം. എൻ്റെ പേര് ഹണി പൗലോസ് എന്നാണ്. ഇത് നിങ്ങൾ ഈ കാണുന്നതാണ് ബെത്ലഹേം അഗ്രോ ഫാം. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ NPOP ഓർഗാനിക് സർട്ടിഫിക്കേഷനോടുകൂടി യാതൊരുവിധ പെസ്റ്റിസൈഡുകളോ കെമിക്കലുകളോ രാസവളങ്ങളോ ഇടാതെ തികച്ചും നാച്ചുറലായ രീതിയിൽ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ മുരിങ്ങ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് ചെയ്യുന്നത്. 1500ഓളം ഏക്കറിൽ വിവിധ ഇടങ്ങളിലായിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു വെച്ചാൽ ഇതേപോലെ ഫ്രഷ് ലീഫായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഫ്രഷ് ലീഫിനെ ഇതാണ് ഇതിൻ്റെ ഡ്രൈ ഫോം എന്ന് പറയുന്നത്. അതായത് 1 കിലോ മുരിങ്ങയുടെ ഈ ലീഫ് നമ്മൾ HPD എന്ന് പറയുന്ന ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇതിൻ്റെ യാതൊരുവിധ പോഷകങ്ങളും നഷ്ടപ്പെടാതെ 40 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിൽ ചൂടിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. ഇത് മുരിങ്ങയിലയുടെ ഉണങ്ങിയ ഫോമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കുടുംബത്തിലെ ഭക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എത്തുന്നതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് മുരിങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഭക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ